നമസ്കാരം. സർക്കാർ ജോലി നേടിയാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്നൊരു തോന്നലിൽ കഴിയുന്നവരാണ് കേരളത്തിലെ ഒരു ശരാശരി മലയാളി വിഭാഗം. എന്നാൽ ഇനി മുതൽ അവർക്കും രക്ഷയില്ലെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം മുടങ്ങിത്തുടങ്ങി. തൃശൂർ ചെറുതുരുത്തി കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് 3 മാസത്തോളമായി ശമ്പളം ലഭിച്ചിട്ടില്ല. PF വിഹിതം അടയ്ക്കുന്നതിലുൾപ്പെടെ മുടങ്ങിക്കിടക്കുകയാണ്. കൽപ്പിത സർവകലാശാല ആയതിനാൽ പ്ലാൻ ഫണ്ടും ഗ്രാന്റും കിട്ടിയാലേ ശമ്പളം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സർക്കാർ വാദം. പ്രതിവർഷം 13.5 കോടി രൂപയാണ് കലാമണ്ഡലത്തിലേക്ക് ശമ്പളം നൽകാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ 7.5 കോടി രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 132 സ്ഥിരം ജീവനക്കാരും 70-ലേറെ താൽക്കാലിക ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു. ഇവർക്ക് പുറമെ 600 വിദ്യാർത്ഥികൾക്ക് 1250 രൂപ വീതം പ്രതിമാസം സ്റ്റൈപ്പൻഡും നൽകേണ്ടതുണ്ട്. പണമില്ലാതെ നട്ടം തിരിയുകയാണ് കലാമണ്ഡലം. മാത്രമല്ല 4 ഗഡുവായി നൽകാനിരുന്ന ഗ്രാന്റ് കൊടുക്കാൻ പണമില്ലാത്തതിനാൽ ഇപ്പോൾ അത് 5 ഗഡുവാക്കി മാറ്റിയിട്ടുമുണ്ട്. അത് മാത്രമോ, വിദേശ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയിലൂടെ കലാമണ്ഡലത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്ന് പറഞ്ഞ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റി മല്ലിക സാരാഭായിയെ കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പ്രസ്താവന പിന്നീട് ആരും ഓർത്തത് പോലുമില്ല എന്നതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ബാധിച്ചേക്കും എന്ന് വ്യക്തം. നിലവിൽ KSRTC-കാരുടെ കാര്യം കട്ടപ്പുറത്താണ്. ഇനി പയ്യെ ഇടത് സർക്കാരിന്റെ കാര്യക്ഷമമായ ഈ ഒരു ദൂർത്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പട്ടിണി കിടക്കേണ്ടി വരും എന്നതാണ് വ്യക്തമാകുന്നത്. പട്ടിണി എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ കാര്യവും ഏറെക്കുറെ സമാനമാണ്. അതായത് റേഷനും ഇനി അവതാളത്തിലേക്കാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. 100 കോടി രൂപ കുടിശ്ശികയായതോടെ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകൾ കഴിഞ്ഞ ദിവസം മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പ്രഖ്യാപിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനിൽ ചേർന്ന യോഗമാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. SCI ഗോഡൌണിൽ നിന്ന് റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ വിതരണത്തിനെത്തിക്കുന്ന കരാറുകാരാണ് ഇപ്പോൾ സമരത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. കുടിശ്ശിക തീർത്ത് പണം കിട്ടിയിട്ട് മാത്രമേ ഇനി റേഷൻ വിതരണത്തിലേക്കുള്ളൂ എന്നതാണ് ഈ കരാറുകാരുടെ നിലപാട്. സമരം നീണ്ടുപോയാൽ റേഷൻ കടകളിലെ സ്റ്റോക്ക് തീരുന്നതോടെ സംസ്ഥാനത്തെ റേഷനും മുടങ്ങിത്തുടങ്ങും. എന്നുവെച്ചാൽ ഈ ഒരു പോക്ക് പോയാൽ ഇനി അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാട് ഇനി പച്ച പിടിക്കണമെങ്കിൽ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം കനിയണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം. അത് മാത്രമല്ല, പിണറായി സർക്കാർ കൂടെ ദൂർത്ത് കുടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിയും. ഇതിനെല്ലാം വിചാരിക്കേണ്ടത് പിണറായി സർക്കാരാണ്.